365 ദിവസമാണ് കാലാവധി ലോണിൻ്റെ. ഇൻട്രസ്റ്റ് ഇല്ല, ട്രസ്റ്റിലേക്ക് തിരിച്ചടയ്ക്കണം. പക്ഷേ നിങ്ങളത് തിരിച്ചടയ്ക്കുന്നതാണ് നിങ്ങളുടെ ടാർഗറ്റ് എന്ന് നിശ്ചയിക്കരുത്. എനിക്കിതിന് ഒരു 10 ഇരട്ടിയായിട്ടുള്ള കൈക്കൂലി തരേണ്ടി വരും. കൈക്കൂലി എന്താണ്? ഇത് കേരളത്തിലെ ഏറ്റവും അഭിമാനമാർന്ന ഒരു സ്ഥാപനമായിട്ട് അടുത്ത തലമുറയ്ക്ക് നിങ്ങൾ കൈമാറണം. അതാണ് എനിക്കുള്ള കൈക്കൂലി. ഓക്കെ അല്ലേ? നമുക്കിവിടെ കോടിക്കണക്കിന് രൂപയുടെ യന്ത്രസാമഗ്രികൾ വാങ്ങിച്ചുകൊണ്ട് ഒരു സ്ലൈവർ പ്ലാന്റ് ഇവിടെ വർക്ക് ചെയ്തിരുന്നു. കഴിഞ്ഞ 3-4 മാസങ്ങളായിട്ട് അത് വർക്ക് ചെയ്യുന്നില്ല, അടച്ചുകൂടിയിരിക്കുകയാണ്. അതൊരു യന്ത്രസാമഗ്രികളെല്ലാം ഒരു എന്താ പറയുന്നത്, അതെല്ലാം ഒരു നാശോന്മുഖമായ അവസ്ഥയിലാണ് ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രിയുമായിട്ടുള്ള ഡിസ്കഷനിൽ ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ടൊന്നും അദ്ദേഹത്തോട് പറഞ്ഞില്ല. സാറേ, നമുക്ക് വളരെ ആവശ്യമായിട്ടുള്ള നൂൽപ്പുകാർക്ക്, നമ്മുടെ 1000-1500ഓളം വരുന്ന നൂൽപ്പുകാർക്ക് കൊടുക്കാൻ ആവശ്യമായിട്ടുള്ള റോവിങ് നൽകുന്ന പ്ലാന്റ് കഴിഞ്ഞ 3 മാസമായിട്ട് അടച്ചുപൂട്ടിയിരിക്കുകയാണ്. അദ്ദേഹം ചോദിച്ചാൽ ഞാൻ എന്ത് ചെയ്യണം? ഞാൻ പറഞ്ഞു നമുക്ക് 40 ലക്ഷത്തോളം രൂപ വേണം ആ പ്ലാന്റ് നടത്തിക്കൊണ്ട് പോകുവാൻ. അപ്പോൾ അദ്ദേഹം ഒന്നും ആലോചിച്ചില്ല. അദ്ദേഹം ആദ്യം പറഞ്ഞു എൻ്റെ പേഴ്സണൽ അക്കൗണ്ടിലൂടെ തരാം. അപ്പം ഞാൻ പറഞ്ഞു അത് നടക്കില്ല, കാരണം വ്യക്തിപരമായിട്ട് നമുക്ക് വാങ്ങിക്കാൻ പറ്റില്ല. അപ്പോൾ അദ്ദേഹം പറയാം അദ്ദേഹത്തിൻ്റെ ട്രസ്റ്റ്, അദ്ദേഹത്തിൻ്റെ മകളുടെ പേരിലുള്ള ട്രസ്റ്റിൽ നിന്ന് 40 ലക്ഷം രൂപ ഇൻട്രസ്റ്റ് ഫ്രീ ലോണായിട്ട് തരാം, നമ്മളെ മാസം അടയ്ക്കുക. നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് വളരെ ഒരു അനുഗ്രഹമാണ്. കാരണം നമുക്കറിയാം പല കസ്റ്റമേഴ്സും, നമ്മുടെ 10-20 കസ്റ്റമേഴ്സ് നമ്മുടെ കൊടുക്കാനുള്ള പൈസ വാങ്ങിക്കുവാനായിട്ട് ഒരു ക്യൂ നിൽക്കുകയാണ് എല്ലാ ദിവസങ്ങളിലും. അതുപോലെ സ്പിന്നേഴ്സിനും വീവേഴ്സിനും അവർക്കും ആവശ്യമായിട്ടുള്ള അസംസ്കൃത വസ്തുക്കൾ നമുക്ക് റെഗുലറായിട്ട് സപ്ലൈ ചെയ്യാൻ സാധിക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ വരവ് തീർച്ചയായിട്ടും നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ അനുഗ്രഹവും നമ്മൾക്ക് യൂണിറ്റുകൾക്ക് പുതിയ ജീവനും ഓജസ്സും ഉണർവും നൽകുന്ന ഒരു സംഭവമായിട്ട് മാറിയിരിക്കുകയാണ്. ഒരു ചരിത്രപരമായ ഒരു നിമിഷത്തിന് നമ്മൾ ഈ ഗാന്ധി ജയന്തി നിമിഷത്തിൽ നമ്മൾ സാക്ഷ്യം വഹിക്കുകയാണ്. അദ്ദേഹത്തിന് എല്ലാവിധ ഖാദി ഗ്രാമ വ്യവസായ കമ്മീഷന്റെ പേരിലും ഖാദി വ്യവസായ അസോസിയേഷന്റെ പേരിലും വോൾട്ടുകാരുടെ പേരിലും വീട്ടുകാരുടെ പേരിലും എല്ലാവിധ അദ്ദേഹത്തിന് എല്ലാവിധ എന്താ പറയാനെന്ന് എനിക്കറിയാൻ പറ്റുന്നില്ല. Thank you.